ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവ ആഘോഷങ്ങൾക്ക് കൊടിയേറി. തന്ത്രി താഴ്മൻ കണ്ഠര രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റ് നടന്നത്. കൊടിയേറ്റിനെ തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. തിരുവരങ്ങിൽ കലാപരിപാടികളുടെ ഉദ്ഘാടനം ചലച്ചിത്ര താരം മനോജ് K ജയൻ നിർവഹിച്ചു. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവാഘോഷങ്ങൾക്ക് കൊടിയേറി. രാവിലെ 8:53 9:50 മധ്യ നടന്ന കൊടിയേറ്റ് കർമ്മങ്ങൾക്ക് തന്ത്രി മുഖ്യൻ ബ്രഹ്മശ്രീ താഴമൺ കണ്ഠരര രാജീവര് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കണ്ഠരര ബ്രഹ്മദത്തൻ, മേൽശാന്തി മൈവാടി പത്മനാഭൻ സന്തോഷ് എന്നിവർ സഹകാർമ്മികരായിരുന്നു. നൂറുകണക്കിന് ഭക്തരാണ് നമശിവായ മന്ത്രങ്ങളുമായി കൊടിയേറ്റ് ചടങ്ങുകളിൽ പങ്കെടുത്തത്. കൊടിയേറ്റിന് ശേഷം സാംസ്കാരിക സമ്മേളനം നടന്നു. സാംസ്കാരിക സമ്മേളനം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. ഏറ്റുമാനൂരപ്പൻ്റെ തൃക്കൊടിയേറ്റ് ഇവിടെ സമാരംഭം കുറിച്ചിരിക്കുകയാണ്. ഇനി വരുന്ന 10 ദിവസം മഹാദേവന്റെ കാണുവാൻ ഈ ഉത്സവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായ ഏഴരപ്പെണ്ണാനെ കാണുവാൻ ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഏറ്റുമാനൂരിൻ്റെ തിരുമുഖത്തേക്ക് ഒഴുകിയിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ശബരിമല ശ്രീ ധർമ്മശാസ്താവിനെ പോലെ തന്നെ ശബരിമലയെ പോലെ തന്നെ അഭിമാന സ്തംഭമായ മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഏറ്റുമാനൂരപ്പൻ എന്നെല്ലാവരും പറയും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ ഉത്സവത്തിൻ്റെ പേരിൽ, വഴിപാടിൻ്റെ പേരിൽ, പ്രസാദത്തിൻ്റെ പേരിൽ, വ്യത്യസ്തമായ ആചാര രീതികളുടെ പേരിൽ സവിശേഷമായ ഒട്ടനവധി മഹാക്ഷേത്രങ്ങളുണ്ട് എന്നെല്ലാവർക്കും അറിയാം. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഏറ്റുമാനൂരപ്പൻ. ഒരുപാട് ഐതിഹ്യങ്ങൾ ഏറ്റുമാനൂരപ്പനെ സംബന്ധിച്ചിടത്തോളം പണ്ഡിത ശ്രേഷ്ഠന്മാർ പറയുന്നത് ഏതാണ്ട് 2 സഹസ്രാബ്ദം 2000 വർഷങ്ങളുടെ ഐതിഹ്യവും പാരമ്പര്യവും ചരിത്രവും ഈ ക്ഷേത്രത്തിൽ ഉണ്ടല്ലോ. പുനർനിർമ്മിച്ച വലിയ തിടമ്പിൻ്റെ സമർപ്പണവും സമ്മേളനത്തോടനുബന്ധിച്ച് നടന്നു. യോഗത്തിൽ G. ബൈജു അധ്യക്ഷനായി. ദേവസ്വം കമ്മീഷണർ S. ശശികല, ചീഫ് എഞ്ചിനീയർ R. അജിത് കുമാർ, ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ മുരാരി ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു. പുനർനിർമ്മിച്ച വലിയ തിടമ്പ് ക്ഷേത്രം തന്ത്രി കണ്ഠരര രാജീവർക്ക് ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്ത് കൈമാറി. തുടർന്ന് തിരുവുത്സവ കലാപരിപാടികളുടെ ഉദ്ഘാടനം സിനിമാ താരം മനോജ് K ജയൻ നിർവഹിച്ചു. സാധാരണ ചടങ്ങുകൾ വരുമ്പോൾ നാട്ടിൽ കിട്ടുന്ന ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണാറുള്ളത്. പക്ഷേ ഇത്തരം മഹാക്ഷേത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചടങ്ങിനെ ക്ഷണിക്കുമ്പോൾ ഇതിനകത്ത് അംഗീകാരം മാത്രമല്ല, ദൈവത്തിൻ്റെ അനുഗ്രഹത്തോട് കൂടിയുള്ള അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് ഒരു അപൂർവ ഭാഗ്യമായിട്ട് ഈ കഴിഞ്ഞ 2022, 23, 24 വർഷങ്ങളിൽ എന്നെ തേടിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. 2022 കുമാരനെല്ലൂർ ക്ഷേത്രത്തിലെ കലാപരിപാടികൾ ഉദ്ഘാടനം നിർവഹിച്ചപ്പോൾ 2023 തിരുനക്കരയപ്പൻ്റെ കലാപരിപാടികൾ ഉദ്ഘാടനം ചെയ്യാനുള്ള അവസരം ഉണ്ടായി. 24 ഏറ്റുമാനൂരപ്പൻ്റെ തിരുവുത്സവത്തിൻ്റെ കലാപരിപാടി ഉദ്ഘാടനം ചെയ്യാനുള്ള അവസരം ഒരു അപൂർവ ഭാഗ്യം തന്നെയാണ്. നാട്ടുകാരൻ എന്നുള്ള നിലയിൽ ഒരുപാട് ഞങ്ങളോടും ഏറ്റുമാനൂരപ്പനോടും ഒക്കെ കടപ്പെട്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തെ ഓർക്കുമ്പോൾ കുട്ടിക്കാലത്ത് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു, ആഗ്രഹമായിരുന്നു ഏറ്റുമാനൂർ ഉത്സവത്തിന് പങ്കെടുക്കുക എന്നുള്ളത്. തിരുവരങ്ങിൽ ആദ്യ കലാപരിപാടിയായി ഭക്തിഗാനമേള നടന്നു. കാലപ്പഴക്കത്താൽ കേടുവന്ന വലിയ തിടമ്പ് ഭക്തരുടെയും ദേവസ്വം ബോർഡിൻ്റെയും ക്ഷേത്രോപദേശക സമിതിയുടെയും നേതൃത്വത്തിലാണ് അറ്റകുറ്റപ്പണികൾ നടത്തി പൂർത്തീകരിച്ചത്. 500 ഗ്രാം അധികം സ്വർണം ഉപയോഗപ്പെടുത്തിയാണ് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. വലിയ തിടമ്പിൻ്റെ മധ്യത്തിലും ഭഗവത് രൂപത്തിന് മുകളിലുമായി ഓരോ വലിയ നാഗപ്പത്തികളാണുള്ളത്. ഇരുവശങ്ങളിലും 28 എണ്ണവുമുണ്ട്. ചിത്രപ്പണികളോടുകൂടിയ വലിയ തിടമ്പിൽ 60-ലേറെ തങ്കപുഷ്പദളങ്ങളുമുണ്ട്. ഉത്സവത്തിൻ്റെ ആദ്യ 5 ദിനങ്ങളിൽ ചെറിയ തങ്കത്തിടമ്പും തുടർന്ന് 6ാം ഉത്സവം മുതൽ വലിയ തങ്കത്തിടമ്പുമാണ് എഴുന്നള്ളിപ്പിനായി ഉപയോഗിക്കുന്നത്. കൊടിയേറ്റിനും തിരുവുത്സവത്തിനും മുന്നോടിയായി ക്ഷേത്രം അലങ്കരിക്കുന്നതിനുള്ള കുലവാഴകളും കരിക്കിൻ കുലകളും ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെ കടപ്പൂർ ദേവീക്ഷേത്ര സന്നിധിയിൽ നിന്നും ദേശവാസികൾ തിരുസന്നിധിയിൽ സമർപ്പിച്ചിരുന്നു. ക്ഷേത്രനഗരത്തെ വലം വെച്ച് ഭക്തിസാന്ദ്രമായ ചടങ്ങുകളോടെയാണ് കുലവാഴ കരിക്കിൻകുല സമർപ്പണ ചടങ്ങുകൾ നടന്നത്.
10 നാൾ നീണ്ടു നിൽക്കുന്ന ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ ഏഴര പൊന്നാന ദർശനം 8ാം ഉത്സവ ദിനമായ ഫെബ്രുവരി 18 ഞായറാഴ്ച രാത്രി 12 നടക്കും. ഫെബ്രുവരി 20 ആറാട്ടോടെ ഉത്സവാഘോഷങ്ങൾ സമാപിക്കും. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.